Good morning, dear students. Today I am here with yet another video of class plus 2, and our topic for discussion is Horigalu, an anecdote by Sudha Murthy. അപ്പോൾ ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഹൊറിഗള്ളു എന്ന ഒരു അനക്ഡോട്ട് സുധാമൂർത്തിയുടെ എഴുതിയിട്ടുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് സ്റ്റോറി, അതാണ് അനക്ഡോട്ട്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള കഥ, അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് പാർട്ടിൽ എന്താ പറയുന്നത് നോക്കാം. ബാക്ക്വേർഡ്, turn backward, all time in your flight, make me a child again, just for tonight. Remembering the good old childhood days often fills our mind with freshness and vigor and revitalizes us enough to go forward with confidence. അപ്പോൾ എന്താണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ സുധാമൂർത്തി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ്? ബാക്ക്വേർഡ്, ടേൺ ബാക്ക്വേർഡ് ഓർ ടൈം ഇൻ യുവർ ഫ്ലൈറ്റ്. സമയത്തിനോട് പറയാണ് ടേൺ ബാക്ക്, ഒന്ന് പിന്തിരിഞ്ഞ് നടക്കൂ എന്നാണ് പറയുന്നത്. എങ്ങോട്ടേക്കാണ് വേണ്ടത്? ടു മൈ ചൈൽഡ്ഹുഡ്, മേക്ക് മീ ദാറ്റ് ചൈൽഡ് അഗെയിൻ, ജസ്റ്റ് ഫോർ ടു നൈറ്റ്. ഇന്നത്തേക്ക് മാത്രം, ഈ ഒരു രാത്രിയിലേക്ക് മാത്രം എന്നെ നീ ആ പഴയ കുട്ടിയാക്കുമോ? നിങ്ങൾക്ക് തോന്നാറുണ്ടോ അങ്ങനെ, വീണ്ടും ആ കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു പോയിരുന്നെങ്കിലെന്ന്? ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു ഏജിൽ അങ്ങനെ നൊസ്റ്റാൾജിക്കായിട്ട് അത് ചിലപ്പോൾ ഫീൽ ചെയ്യണമെന്നില്ല. കാരണം നിങ്ങൾക്ക് കിട്ടിയ ഒരു സ്വാതന്ത്ര്യമൊക്കെ ആഘോഷിക്കുന്ന ഒരു സമയമാണ്. കുറച്ചും കൂടി കഴിഞ്ഞിട്ട്, കുറച്ചും കൂടി മുതിരുമ്പോൾ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസൊക്കെ വല്ലാതെ നമ്മളെ വരിഞ്ഞു മുറുക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക, ഒന്നുകൂടി ആ കുട്ടിയായിരുന്നെങ്കിൽ, ഒന്നുകൂടി ആ പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു നടക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. ചിലപ്പോഴൊക്കെ കുട്ടിക്കാലത്തെക്കുറിച്ച് ആലോചിക്കുന്നതൊക്കെ ഭയങ്കര എനർജറ്റിക് ആക്കും നമ്മളെ, അല്ലേ? ഇറ്റ് ഗിവ്സ് us a freshness and vigor and revitalizes us enough to go forward with confidence. ജീവിതത്തിൽ ഓരോ പ്രതിസന്ധിയും തരണം ചെയ്യാനും വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനും ആ ഓർമ്മകൾ നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഹൊറിഗള്ളു എന്ന ഈ അനക്ഡോട്ടിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ നോക്കാം. Hot summer days remind me of my childhood in a little village. There was a large banyan tree right in the middle of the village, and I would spend many hours playing under it during my holidays. The tree was like a massive umbrella with its branches providing much needed shade and succor. Travelers spend some time sitting under it and catching their breath before going on their way. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മുടെ ഓതർ സുധാമൂർത്തി കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ നമ്മളോട് പറയുകയാണ്. ഹോട്ട് സമ്മർ ഡേയ്സ് ആകുമ്പോൾ, വേനൽക്കാലം ആകുമ്പോൾ അവർക്ക് ഓർമ്മ വരുന്നത് എന്താണ്? ഒരു ഗ്രാമത്തിൽ അവർ ചിലവഴിച്ചിട്ടുള്ള അവരുടെ കുട്ടിക്കാലമാണ്. അവിടെ ഗ്രാമത്തിൻ്റെ നടുക്കായിട്ട് വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു. എത്രയോ മണിക്കൂറുകൾ ഹോളിഡേയ്സിൽ ആ ആൽമരത്തിൻ്റെ താഴെ താൻ കളിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. ആ മരം എങ്ങനെയായിരുന്നു? ലൈക്ക് എ ബിഗ് അംബ്രല്ല, വലിയൊരു കുട പോലെയായിരുന്നു. ഒരുപാട് തണലും ആശ്വാസവും ഒക്കെ ആ മരത്തിൻ്റെ താഴെ നിന്നാൽ കിട്ടുമായിരുന്നു. അതിലൂടെ പോകുന്ന യാത്രക്കാരൊക്കെ ഈ മരത്തിൻ്റെ താഴെ ഒന്ന് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കും, ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഈ ബനിയാൻ ട്രീയെയാണ് അവിടുത്തെ യാത്രക്കാരൊക്കെ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ റിമെമ്പർ, ഇന്ന് നിങ്ങളെ കുട്ടിക്കാലം പോലെ അല്ല, കുറച്ച് പഴയതാണ്. അതായത് അധികം വാഹന സൗകര്യമൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും കാൽനടയായിട്ടായിരിക്കും പോവുക. അപ്പോൾ പോകുമ്പോൾ അവർക്കൊന്ന് വിശ്രമിക്കാനുള്ള ഒരു ഇടം കൂടിയായിരുന്നു ഈ ആൽമരം. To make them comfortable, there was a horigalu under the tree. Horigalu literally means a stone that can bear weight. It was a large flat stone placed horizontally over two vertical ones, thus making a stone bench on which anyone could sit and rest a while, chat with a fellow traveler and exchange news of the road. ഈ ആൽമരത്തിൻ്റെ താഴെ ഒരു ഹൊറിഗളുണ്ട്. അപ്പോൾ എന്താണ് ഹൊറിഗളു? ഒരു സ്റ്റോൺ ബെഞ്ചാണ്. ആളുകൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഒരു വലിയൊരു കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ബെഞ്ച്, ഒരു സ്റ്റോൺ ബെഞ്ച് എന്ന് പറയാം.
ഹൊരികളുവിൻ്റെ അർത്ഥം എന്താണ്? എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബെയർ വെയ്റ്റ്, ഭാരം താങ്ങാനുള്ള ഒരു കല്ല് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ചുമട് താങ്ങി എന്നൊക്കെ പറയും. അതൊരു വലിയൊരു ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു സ്റ്റോണാണ്. 2 വെർട്ടിക്കലായിട്ടുള്ള സ്റ്റോണിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഒരു സ്റ്റോൺ ബെഞ്ച് തന്നെ, ഒരു ബെഞ്ചിൻ്റെ ആകൃതിയിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ സിനിമകളിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും. അപ്പോൾ അവിടെയാണ് ആളുകൾ ഒക്കെ വിശ്രമിക്കാറ്, സംസാരിക്കാറ്, പുതിയ പുതിയ ന്യൂസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതൊക്കെ ഈ ആൽമരത്തിൻ്റെ താഴെയുള്ള ഹൊറികളുവിൽ ഇരുന്നിട്ടാണ്. Cool water would be kept in earthen pots near the bench and people could quench their thirst before starting their journeys again. I am sure similar simple arrangements can be found in villages all over the country. അതിൻ്റെ അടുത്ത് തന്നെ, ഹൊറികളുവിൻ്റെ അടുത്ത് തന്നെ ഒരു പാത്രത്തിൽ വെള്ളവും ഉണ്ടാവും. അപ്പം നടന്ന് ക്ഷീണിച്ച് വരുന്ന ആളുകൾക്ക് അവരുടെ ഭാരം ഇറക്കി വെക്കാനും പരസ്പരം സംസാരിക്കാനും ദാഹിക്കുന്നവർക്ക് ദാഹം ശമിപ്പിക്കാനും ഒക്കെ ഉള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് സുധാമൂർത്തി സെസ് ദാറ്റ് ഷി വാസ് ഷുവർ അബൌട്ട് ദാറ്റ് ദർ ക്യാൻ ബി സിമിലർ സിമ്പിൾ അറേഞ്ച്മെൻറ്റ്സ് ഇൻ എവറി വില്ലേജസ്. എല്ലാ ഗ്രാമങ്ങളിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവുമെന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പാണ്. മൂവിങ് ഓൺ, the Horigalu in our village holds special memories for me as it is inextricably linked with my grandfather. He was a retired school teacher and would spend hours every day sitting under the banyan tree and talking to those resting there. ഈ ഹൊരികളു ആയിട്ട് ഇവർക്ക് പ്രത്യേകിച്ചൊരു ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. കുറച്ചും കൂടി അവർക്ക് ലിങ്ക് ആവുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഈ ഒരു ഹൊരികളുമായിട്ട് ബന്ധപ്പെട്ട്. എന്താണ്? her memories are special with regards to this Horigalu because it is deeply linked with her grandfather. അവരുടെ ഗ്രാൻഡ് ഓർമ്മകളുമായിട്ട് വളരെയധികം ലിങ്ക്ഡാണ് ഈ ഹൊറികളു. ഗ്രാൻഡ് ഫാദർ ഒരു റിട്ടയർഡ് ടീച്ചറായിരുന്നു, ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. എല്ലാ ദിവസവും ഈ ബനിയാൻ ട്രീയുടെ താഴെ അദ്ദേഹം ട്രാവലേഴ്സുമായിട്ട് സംസാരിക്കാൻ അവിടെ കുറേ സമയം ഇരിക്കാറുണ്ടായിരുന്നു. When I would get tired of playing, I would sit next to him and observe the people he was speaking to and listen to their conversations. Most of them were villagers taking a break from their work in the fields nearby. They had to walk long distances each day, carrying heavy burdens on their heads. Tired out by the heat, they would drink the cool water, wash their faces with it, and chat with grandfather. Their conversation would be about their daily lives and worries. അപ്പോൾ ഒരുപാട് കളിച്ചു മടുക്കുമ്പോൾ സുധാമൂർത്തിയും ഇവിടെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് വന്നിരിക്കുകയും അദ്ദേഹവും മറ്റുള്ളവരുമായി സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ കോൺവെർസേഷനൊക്കെ എന്തായിരുന്നു? അവിടെ വരുന്നവർ കൂടുതലും സാധാരണക്കാരായ വില്ലേജേഴ്സാണ്. അവർ അടുത്തുള്ള പാടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും. അതിനിടയിൽ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹൊരികളുവിൽ വന്നിരുന്ന് സംസാരിക്കുകയാണ് ചെയ്യുക. അവർക്ക് ഓരോ ദിവസവും ഒരുപാട് ദൂരം യാത്ര ചെയ്യണം. വെറുതെ നടന്നാൽ പോരാ, തലയിൽ വലിയ ചുമടുകളും ഉണ്ടാവും. ഈ ചൂടിലൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കുമ്പോൾ അവർക്ക് ഈ ഹൊരികളുവിൻ്റെ അടുത്ത് വന്നിട്ട് നല്ല തണുത്ത വെള്ളം കുടിക്കും, മുഖമൊക്കെ തണുത്ത വെള്ളത്തിൽ കഴുകാം, എന്നിട്ട് ഗ്രാൻഡ് ഫാദറുമായിട്ട് സംസാരിക്കുകയും ചെയ്യും. അവരുടെ സംസാരമൊക്കെ എന്തിനെക്കുറിച്ചായിരുന്നു? ഡെയിലി ലൈഫ്സിനെ കുറിച്ചും വറീസിനെ കുറിച്ചും, സാധാരണ അവരുടെ ജീവിതം, അവരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് അവർ പരസ്പരം സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതുപോലെ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ? അപ്പോൾ ചിലപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി യു മേ ഹാവ്, അല്ല നിങ്ങൾക്കുണ്ടാവാം. അല്ല ഒരു പക്ഷേ ഇങ്ങനത്തെ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യുന്ന ലാസ്റ്റ് ജനറേഷൻ ആയിരിക്കും നിങ്ങൾ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എങ്ങനെയാണ്? 3-3.5 വയസ്സാകുമ്പോഴേക്ക് യൂണിഫോം ഇട്ട് ടൈ കെട്ടി 6 മണിക്കോ 7 മണിക്കോ ഒക്കെ സ്കൂൾ ബസ് വീടിൻ്റെ മുന്നിൽ വന്ന് ഹോണടിക്കും. അപ്പോൾ നേരെ കയറി പോകുന്നു, സ്കൂളിലെത്തുന്നു, ABCD പഠിക്കുന്നു. ABCD ഒക്കെ നമ്മൾ പഠിച്ചത്, അതിനപ്പുറത്ത് ആണ് അവർക്ക് LKG തൊട്ട് പഠിപ്പിക്കുന്നത് അല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഒരുപക്ഷെ നിങ്ങളും ഇതേ രീതിയിൽ വളർന്നവരാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബ്രദേഴ്സൊക്കെ ചെറുതുണ്ടെങ്കിൽ, സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ സ്കൂളിൽ പോയിട്ട് അവിടുന്ന് ഒരേ പാറ്റേണുള്ള ഒരു യൂണിഫോം രീതിയിൽ പെരുമാറാൻ പഠിക്കുന്നു. തിരിച്ചൊരു കൃത്യസമയത്ത് വീട്ടിലെത്തുന്നു, ഹോംവർക്ക് ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു. ഇതാണിപ്പോൾ മിക്കവാറും കുട്ടികളുടെ റുട്ടീൻ. മണ്ണുമായിട്ടുള്ളൊരു ബന്ധം
നഷ്ടപ്പെട്ട തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത് എന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ. അങ്ങനെയുള്ള കുട്ടികളോട് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഇപ്പോൾ ഈ ഹൊറികളിലൊക്കെ വായിക്കുമ്പോൾ പേഴ്സണലി ഐ ഫീൽ വെരി മച്ച് നൊസ്റ്റാൾജിക്. എനിക്കിതുപോലെ ഒരുപാട് ഓർമ്മകൾ വരുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. പെർഹാപ്സ് നിങ്ങളുടെ ജനറേഷനും കൂടി കഴിഞ്ഞാൽ ഇത്തരം ഓർമ്മകൾ പറയാൻ കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ലീവ് ഇറ്റ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്. മാസ്റ്റർ ജി, this summer has been so hot. I have never seen such dry weather. Or, Master Ji, it's getting difficult for me to carry these large loads on my head. Thank God for this Horigalu. I wish my son would help, but he only wants to go to the city. അപ്പോൾ എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? മാസ്റ്റർ ജി എന്നാണ് സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറിനെ അവർ അഭിസംബോധന ചെയ്യുക. നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലേ? നമ്മളെ സ്കൂളിലും കോളേജിലൊക്കെ പഠിപ്പിച്ചിട്ടാണോ നമ്മളൊരു ടീച്ചറിനെ മാഷേ മാഷേ എന്ന് വിളിക്കുന്നത് അല്ലേ? ഒരാളൊരു അധ്യാപകനാണെങ്കിൽ നമ്മൾ അയാളെ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ദിസ് സമ്മർ ഹാസ് ബീൻ സോ ഹോട്ട്. ഈ സമ്മർ ഭയങ്കര ചൂടാണ്. ഇത്രയും ഡ്രൈ ആയിട്ടുള്ളൊരു കാലാവസ്ഥ ഞാൻ കണ്ടിട്ടേ ഇല്ല. അല്ലെങ്കിൽ പറയും, ഇങ്ങനെ വലിയ ലോഡ് തലയിൽ വെച്ച് നടക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതായാലും ഇങ്ങനൊരു ഹൊറികളും ഇവിടെ ഉള്ളതിന് ദൈവത്തിന് നന്ദി. എൻ്റെ മകൻ എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ എന്താ കാര്യം, അവന് നഗരത്തിൽ പട്ടണത്തിൽ പോകാനാണ് ഇഷ്ടം. അവനിവിടെ ഇങ്ങനെ നമ്മുടെ ജോലിയൊന്നും ചെയ്യാൻ താല്പര്യമില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വില്ലേജേഴ്സ് ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് വന്ന് പറയാറ്. ദേ സ്പോക്ക് അബൌട്ട് ദ ഡിഫിക്കൽട്ടീസ് ദേ ലിവ്ഡ് വിത്ത്. അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളാണ് ഗ്രാൻഡ് ഫാദറുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മൈ ഗ്രാൻഡ് ഫാദർ കുഡ് ഓൺലി ലിസൺ ടു ദം, but just talking to him seemed to refresh them for the journey. After some time, they would pick up their burdens with some ease and go on their way. The Horigalu was an important feature in their lives, and as a child, I would often not understand why they blessed it so often for being there. After all, it was only a stone bench. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? ഇതൊക്കെ ഇവരുടെ വറീസൊക്കെ ഗ്രാൻഡ് ഫാദറിനോട് പറയുമ്പോൾ അദ്ദേഹം പ്രത്യേകിച്ചൊരു സൊല്യൂഷനൊന്നും കൊടുക്കാറില്ല. അദ്ദേഹം വെറുതെ അത് കേട്ടിരിക്കാറേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തോട് സംസാരിച്ച് ഈ വില്ലേജേഴ്സ് പോകുമ്പം അവർക്കൊരു ആശ്വാസം കിട്ടിയതുപോലെയാണ്. എന്തുകൊണ്ടായിരിക്കും അത്? നമ്മളെപ്പോഴും നല്ലൊരു ലിസണർ ആവണമെന്ന് പറയും അല്ലേ? നമ്മളെല്ലാവരും ഒരു പക്ഷേ നല്ല സ്പീക്കേഴ്സ് ആയിരിക്കും. അതിനേക്കാൾ ഉപരി നമ്മൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുന്ന ഒരു കേൾവിക്കാരൻ കൂടി ആവണം. നമ്മളിങ്ങനെ സംസാരിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ളത് വളരെ നല്ലൊരു സ്വഭാവവും എന്നാൽ പിന്തുടരാൻ നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യവുമാണ്. അപ്പോൾ ഇവിടെ ഗ്രാൻഡ് ഫാദർ ഒന്നും തിരിച്ച് പറയാറില്ല, ഒരു സൊല്യൂഷനും പറയാറില്ല. എങ്കിൽ കൂടി വില്ലേജേഴ്സ് അവരുടെ പ്രോബ്ലംസ് അദ്ദേഹവുമായി ഷെയർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ വിഷമങ്ങൾ കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. പിന്നെ സുധാമൂർത്തി പറയുന്നു, ഇവരുടെയൊക്കെ ലൈഫിൽ ഈ ഹൊറികളു എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കുട്ടിയായിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഹൊറികളു ഇത്രമാത്രം പ്രിയപ്പെട്ടതായത് എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അത് വെറും ഒരു സ്റ്റോൺ ബെഞ്ചല്ലേ. പിന്നെ എന്തിനാണ് ഈ വില്ലേജേഴ്സൊക്കെ ഈ ഹൊറികളു ഇവിടെ ഉള്ളത് ഒരു അനുഗ്രഹമാണ് എന്ന് പറയുന്നത്? അത് അവർക്ക് അറിയില്ലായിരുന്നു. It was my grandfather who told me, child, a horigalu is essential in any journey. We all carry our burdens according to our situations and capacities. But every once in a while, we need to stop, put down that burden and rest. Only then can we be refreshed enough to pick up the load once more. The Horigalu gives everyone that opportunity to do so. It helps people regain the strength. അപ്പോൾ എന്തിനാണ് ഈ ഹൊറികളു, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഗ്രാൻഡ് ഫാദറാണ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. എന്താ ഗ്രാൻഡ് ഫാദർ പറഞ്ഞത്? ഹൊറികളു ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേർണി. ഏതൊരു യാത്രയിലും ഇതുപോലെ ഒരു ഹൊറികളു, ഇങ്ങനെ ഒരു ഭാരം ഇറക്കി വെക്കാൻ ഒരു ഇടം നമുക്ക് ആവശ്യമാണ്. നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള അളവിലാണ് ഭാരം ചുമക്കുന്നത് അല്ലേ? ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു അവർ സിറ്റുവേഷൻസ് ആൻഡ് കപ്പാസിറ്റീസ്. നമുക്ക് എത്രത്തോളം ഭാരം ചുമക്കാൻ പറ്റുമെന്നതിനെയും നമ്മുടെ സിറ്റുവേഷനെയും അനുസരിച്ച് വ്യത്യസ്ത അളവിലായിരിക്കും നമ്മളെല്ലാവരും ഭാരം ചുമക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളൊന്ന് നിർത്തണം, ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം.
ബേർഡൻ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യണം. അല്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ നമുക്കങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഇടയ്ക്കൊന്ന് നിർത്തി ഇടയ്ക്കൊന്ന് ഭാരം ഇറക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്കൊന്ന് റിഫ്രഷ്ഡ് ആവാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ലോഡ് വീണ്ടും എടുത്ത് മുന്നോട്ട് പോകാനുള്ള സ്ട്രെങ്ത് കിട്ടുള്ളൂ. ഈ ഹൊറികൾ ഓരോരുത്തർക്കും അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അത് ആളുകളെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ, വീണ്ടും അവർക്ക് സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹൊറികളു എന്നാണ് ഗ്രാൻഡ് ഫാദർ സുധാമൂർത്തിയോട് പറയുന്നത്. ലേറ്റർ ഓൺ ഇൻ ലൈഫ് I got to see something that reminded me of that stone bench once again. ഇനി ഇത് കുട്ടിക്കാലത്തൊരു അനുഭവമാണ് ഇപ്പോൾ പറയുന്നത്, ഈ ഹൊറികളുമായി ബന്ധപ്പെട്ട മെമ്മറീസ്. ഇനി അവർ പറയുന്നു, കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം കണ്ടു. വിച്ച് റിമൈൻഡഡ് മീ ഓഫ് ദാറ്റ് സ്റ്റോൺ ബെഞ്ച് വൺസ് അഗെയിൻ. ആ ഹൊറികളുവിനെ എന്നെ ഓർമ്മിപ്പിച്ച മറ്റൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. I was working in Bombay, now Mumbai. One of my colleagues, Ratna, was a senior clerk, middle-aged and always smiling. She had done her graduation and been working in the company for nearly 25 years. She went about her repetitive, mundane work with an infectious cheerfulness. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് സുധാമൂർത്തി ബോംബെയിൽ, ഇപ്പോൾ മുംബൈ എന്ന് പറയും, അവിടെ വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന അവരുടെ സഹപ്രവർത്തകയായിരുന്നു രത്ന. അവരൊരു സീനിയർ ക്ലർക്കാണ്, മധ്യവയസ്കയായൊരു സ്ത്രീയാണ്. എല്ലായ്പ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയായിരുന്നു രത്ന. അവർ ആ കമ്പനിയിൽ ഏകദേശം 25 വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ഈ നിത്യേനയുള്ള ജോലി അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്തു തീർക്കുന്നത്. എവറി ഡേ during the lunch hour, she would sit with some person in one of the rooms and they would have long chats. I would often wonder what they talked about. എല്ലാ ദിവസവും ഈ രത്നയ്ക്കുള്ള പരിപാടി എന്താണ്? ലഞ്ച് കഴിക്കുന്ന സമയത്ത് അവർ റൂമിലിരിക്കും. ഓഫീസിലുള്ള ആരെങ്കിലുമായിട്ട് ഒരുപാട് സമയം അവർ സംസാരിക്കും. ഇത് കാണുമ്പോൾ നമ്മുടെ ഓദർ കരുതും, എന്താണ് ഇവർ ഓരോരുത്തരുമായിട്ടും ഇത്രയും സമയം സംസാരിക്കുന്നത്? One day, I finally asked her, Ratna, what do you talk with each person for the whole lunch hour? ഒരു ദിവസം ആകാംക്ഷ സഹിക്കാനാവാതെ സുധാമൂർത്തി രത്നയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ എല്ലാ ദിവസവും ഈ ലഞ്ച് ടൈമിൽ ഓരോരുത്തരുമായിട്ട് ഇത്രയും ലോങ് അവേഴ്സ് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? രത്ന സ്മൈൽഡ് ആൻഡ് സെഡ് സിംപ്ലി, they share their troubles with me. രത്ന പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവരുടെ പ്രോബ്ലംസ്, അവരുടെ വറീസ്, ട്രബിൾസ്, ബുദ്ധിമുട്ടുകൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ബട്ട് ഹൗ ക്യാൻ യു സോൾവ് ദ ട്രബിൾസ് ഓഫ് സോ മെനി പീപ്പിൾ? ഡു യു ഓൾവേസ് ഹാവ് ആൻ ആൻസർ ഫോർ ദം? നോ, ഐ ഓൺലി ലിസൺ. ആൻഡ് ദാറ്റ് ഇസ് ഇനഫ്. ദാറ്റ് സോൾവ്സ് ദ പ്രോബ്ലം. I was young and incredulous at such a simplistic outlook. But Ratna answered with the same patience and affection that she must have used with all my colleagues. I am not a trained counselor or an intellectual. No one can solve your problem. You have to do it yourself. അപ്പോൾ രത്ന എന്താണ് ലഞ്ച് അവറിൽ ചെയ്യുന്നത്? ഷി ഈസ് ലിസണിങ് ടു ദ പ്രോബ്ലംസ് ഓഫ് അവർ കൊളീഗ്സ്. സഹപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ അവർ കേൾക്കുകയാണ്. അപ്പോൾ ഓദറിനൊരു സംശയം, നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ഹൗ ക്യാൻ യു സോൾവ് ദം? നിങ്ങൾക്ക് അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടോ? ഡു യു ഹാവ് ഓൾവേസ് എൻ ആൻസർ ഫോർ ദം? അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമുണ്ടോ? എന്താണ് രത്നയുടെ മറുപടി? നോ, ഐ ഓൺലി ലിസൺ. ഇല്ല, ഞാൻ കേൾക്കാറ് മാത്രമേ ഉള്ളൂ. അതിനൊന്നൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. വീണ്ടും ഓദർ ചോദിക്കുന്നു, അത് മതിയോ? വെറുതെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ അവരുടെ പ്രശ്നം പരിഹാരം ഉണ്ടാവുമോ? പക്ഷേ രത്ന അതേ ക്ഷമയോടും അതേ സ്നേഹത്തോടും കൂടി പറഞ്ഞു, ഞാനൊരു ട്രെയിൻഡ് കൗൺസിലറൊന്നുമല്ല, ഒരു ഇൻ്റലക്ച്വലുമല്ല, അത്ര ഒരു ബുദ്ധിജീവിയൊന്നും അല്ല. നിങ്ങളുടെ പ്രോബ്ലം, അവനവൻ്റെ പ്രോബ്ലം മറ്റൊരാൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ അത് സ്വയം ചെയ്യണം. Then others ask, then how do you help them by listening to them? പിന്നെ അവരെ കേൾക്കുന്നതിലൂടെ നിങ്ങൾ എങ്ങനെയാണ് അവരെ സഹായിക്കുന്നത്? അതായത് അവരുടെ പ്രോബ്ലംസ് അവർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു, നിങ്ങളത് കേൾക്കുന്നു, നിങ്ങൾ അവർക്കൊരു സൊല്യൂഷനും പറഞ്ഞു കൊടുക്കുന്നില്ല. Then what is the point in sharing their problems with you?
പിന്നെ അവരെന്തിനാണ് അവരുടെ പ്രോബ്ലംസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്? God has given me 2 ears to listen to others. I hear them out with sympathy and without any judgment. When a person in trouble or under a lot of strain finds an outlet for his worries, it relieves half his burden. അപ്പോൾ എന്താ പറയുന്നത്? ദൈവം എനിക്ക് രത്ന പറയുകയാണ്, ദൈവം എനിക്ക് 2 ചെവികൾ തന്നിട്ടുണ്ട്. അതെന്തിനാണ്? മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും മാത്രം കേൾക്കാനല്ല, അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓരോരുത്തരും എന്നോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വളരെയധികം അനുകമ്പയോട് കൂടി അവരെ ജഡ്ജ് ചെയ്യാതെ ഞാനത് കേൾക്കുന്നു. ഒരാൾ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിലകപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര മാനസികമായിട്ടുള്ളൊക്കെ പിരിമുറുക്കത്തിലുണ്ടാവുമ്പോൾ മറ്റൊരാൾ അവരെ കേൾക്കാനുണ്ടാവുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മറ്റൊരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ്. അവരുടെ ഭാരം പകുതിയായിട്ട് അത് ചുരുക്കും. അത് ശരിയാണല്ലേ? നമ്മൾ നല്ലൊരു കേൾവിക്കാരനാവുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? നമുക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വേറൊരാളോട് പറയുമ്പോൾ തന്നെ നമുക്ക് ആശ്വാസമാണ് അല്ലേ? എന്നാൽ നമ്മൾ പറയുന്ന ആൾ അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ കുറ്റം തന്നെയാണെന്നൊക്കെ നമ്മളോട് അങ്ങോട്ട് പറഞ്ഞാലോ, നീ പറയുന്നത് നിൻ്റെ കുറ്റം കൊണ്ട് മാത്രമാണ് എന്നൊക്കെ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞാൽ നമുക്ക് പിന്നെ അയാളോട് എന്തെങ്കിലും പറയാൻ തോന്നുമോ? ഇല്ല അല്ലേ? അപ്പോൾ ഇവിടെ രത്ന എന്താണ്? ഷീ ലിസൺസ് ടു ഹർ കൊളീഗ്സ് വിതൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. അങ്ങനെ തിരിച്ചൊന്നും പറയാതെ, അവരെ ജഡ്ജ് ചെയ്യാതെ വളരെ അധികം അവർ പറയുന്നത് ശ്രദ്ധിക്കുന്നു. അങ്ങനെ അവരുടെ മാനസിക വിഷമങ്ങൾ പകുതിയായിട്ട് അത് കുറക്കാൻ പറ്റുന്നു. ഐ തോട്ട് ഫോർ സം ടൈം ആൻഡ് സെഡ്, ബട്ട് ഡോണ്ട് യു എവർ ബ്രേക്ക് ദ കോൺഫിഡൻസ് ആൻഡ് ടെൽ അതേഴ്സ് ദ സീക്രറ്റ്സ് യു ഹിയർ ഈവൻ ബൈ മിസ്റ്റേക്ക്. അപ്പോൾ വീണ്ടും ഓതർ ചോദിക്കുകയാണ്, അറിയാതെ ഒരു മിസ്റ്റേക്ക് കൊണ്ടെങ്കിലും മറ്റുള്ളവരുടെ സീക്രട്ട് നിങ്ങൾ വേറൊരാളോട് പറയില്ലേ, പുറത്ത് പറയില്ലേ? നോട്ട് ഈവൻ ഇൻ മൈ ഡ്രീംസ് ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേർസ്റ്റ് കൈൻഡ് ഓഫ് ബിട്രയൽ. ഇല്ല, എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ മറ്റൊരാൾ എന്നോട് പറയുന്ന സീക്രട്ട് പുറത്ത് പറയാറില്ല. ഏറ്റവും മോശപ്പെട്ട ഒരു ചതിയാണത്. ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് എ ഗ്രേറ്റർ സിൻ ദാൻ ബിട്രേയിങ് സംവൺസ് കോൺഫിഡൻസ്. മറ്റൊരാളുടെ കോൺഫിഡൻസിനെ തകർക്കുക, അതിനെ ചതിക്കുക എന്നതിലപ്പുറം വലിയൊരു തെറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. They tell me the worries because they know I'll never talk about it or gossip about it to another person. എല്ലാവരും എന്നോട് അവരുടെ രഹസ്യങ്ങളും പ്രോബ്ലംസും ഒക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് ഉറപ്പാണ് ഞാനിത് ആരോടും പുറത്ത് പറയില്ല എന്നുള്ളത്. Only when they know the words are secure with me can they talk to me freely. അവരുടെ വാക്കുകൾ എന്നിൽ സുരക്ഷിതമാണ്, ഞാനത് പുറത്ത് പറയില്ല എന്ന് അവർക്ക് ഉറപ്പുള്ളപ്പോൾ മാത്രമാണ് അവരെന്നോട് വളരെ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ പറയുള്ളൂ. ദിസ് വേ ഐ റിലീവ് ദ ബർഡൻ ഫോർ എ ഷോർട്ട് വൈൽ ടിൽ ദേ ആർ റെഡി ടു പിക്ക് ദംസെൽസ് അപ്പ് ആൻഡ് ക്യാരി ഓൺ വിത്ത് ദർ ജേർണി. ഇങ്ങനെ ഞാൻ അവരുടെ ഭാരം കുറച്ച് സമയത്തേക്ക് ഏറ്റുവാങ്ങുകയാണ്. അവർ ഒന്ന് ഫ്രഷായി ആ ഭാരം തിരിച്ച് അവർക്ക് തന്നെ ചുമക്കാൻ പറ്റുന്ന സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നത് വരെ അവരുടെ മാനസികമായ വിഷമങ്ങളൊക്കെ ഞാൻ എന്നിലേക്ക് എടുക്കുകയാണ്. Her words uncannily echoed my grandfather sitting on the stone bench under the banyan tree. അപ്പോൾ ഈ വാക്ക് കേട്ടപ്പോൾ സുധാമൂർത്തിക്ക് ഓർമ്മ വന്നത് അവരുടെ ഗ്രാൻഡ് ഫാദർ പണ്ട് പറഞ്ഞതാണ് ഹൊറികളുവിനെ കുറിച്ച്. ഓരോ യാത്രയിലും നമുക്ക് ചുമക്കാൻ പറ്റാവുന്നതിലധികം ഭാരം നമ്മൾ ചുമക്കുമ്പോൾ അതൊന്ന് ഇറക്കി വെക്കാൻ ഒരിടം വേണം, അതാണ് ഹൊറികളു. ഇവിടെ ഈ ഓഫീസിലെ കൊളീഗ്സിനൊക്കെ ഒരു ഹൊറികളുവാണ് രത്ന അല്ലേ? നമ്മുടെ ഭാരമെന്ന് പറയുമ്പോൾ നമ്മുടെ മാനസികമായ വിഷമങ്ങൾ അതൊക്കെ ഇറക്കി വെക്കാനുള്ള ഒരു ഇടമാണ് രത്ന. Perhaps in their own small ways, without access to great wealth, both these people were doing tremendous social service. No one thought of acknowledging their work of rewarding them for it, but they continued to do so, as these acts of kindness gave them joy. If ever now I happen to pass a horigalu in a village, I remember them and wish there were many more of them in this world. യാതൊരു ലാഭവും പ്രതീക്ഷിക്കാതെ ഇതുപോലെയുള്ള സേവനങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും രത്നയെ പോലെ. ഓരോ തവണ ഓരോ വില്ലേജിലൂടെ കടന്നു പോകുമ്പോഴും ഇങ്ങനെ ഒരു ഹൊറികളു കാണുമ്പോൾ സുധാമൂർത്തി ഓർക്കുന്നത് ഇതൊക്കെയാണ്. ഇതുപോലെയുള്ള ഹൊറികളു ഒരുപാട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വളരെ ശരിയാണല്ലേ? നമുക്കൊക്കെ ലൈഫിൽ വളരെയധികം അത്യാവശ്യമായ ഒരു സംഭവമാണ് ഹൊറികളു. സ്റ്റോൺ ബെഞ്ച് അല്ല, ഹൊറികളു പോലെ ഒരാൾ.
നമ്മുടെ ഫ്രണ്ട്സ് ആവാം, പേരൻസ് ആവാം, ആരുമാവാം. നമ്മുടെ എല്ലാ ബേർഡൻസും ഇറക്കി വെക്കാൻ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാൾ. അങ്ങനെ ഒരാളുടെ കുറവ് കൊണ്ടാണ് പല ആത്മഹത്യകളും നമുക്ക് ചുറ്റും നടക്കുന്നത് അല്ലേ? എല്ലാം തുറന്നു പറയാൻ നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചുറ്റും മരിച്ചുപോയ പലരും അത് ചെയ്യില്ലായിരുന്നു നമുക്ക് തോന്നാറുണ്ട് അല്ലേ? നമുക്കൊരു ഹൊറികളു ഇല്ലെങ്കിലും നമ്മുടെ ബേർഡനൊക്കെ ഇറക്കി വെക്കാൻ മറ്റൊരാളില്ലെങ്കിലും മറ്റാർക്കെങ്കിലുമൊക്കെ ഹൊറികളു ആയിത്തീരാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. നിങ്ങളെല്ലാവരും ആർക്കെങ്കിലുമൊക്കെ പ്രിയപ്പെട്ട ഹൊറികളു ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. See you with another video. Thank you.